ഗുരു ഒരു മികച്ച സിനിമയാണോ? സമീപകാലത്തും ഗുരു എന്ന സിനിമയുടെ ആശയം എന്തുകൊണ്ട് ചർച്ചയാകുന്നു? അപ്പൊ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. വെൽക്കം ടു റീടേക്ക് മലയാളം. 1997 ജനസമിതി ക്രിയേഷന്റെ ബാനറിൽ രാജീവ് അഞ്ചലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഇതിനകത്ത് മോഹൻലാൽ, സുരേഷ് ഗോപി, ശ്രീനിവാസൻ, നെടുമുടി വേണു, അങ്ങനെ ഒട്ടനവധി നീണ്ട നിരയുണ്ട്. തമിഴിൽ നിന്നാണ് നാസർ, അങ്ങനെയുള്ള കുറെ ആക്ടേഴ്സിനൊക്കെ ഇതിനകത്ത് കൊണ്ടു. കൊല്ലക്കാരനായ രാജീവ് അഞ്ചലാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളി മലയാളത്തിലെ തന്നെ ഒരു മികച്ച സംവിധായകന്മാരിൽ ഒരാളാണ്. ആ സമയത്ത് പുള്ളി നിരവധി സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ 2 സിനിമകളാണ് പുള്ളി അതിന് മുമ്പ് ചെയ്തത്. അത് രണ്ടും ഹിറ്റായിരുന്നു. ഒന്ന് ബട്ടർഫ്ലൈസും പിന്നെ 2 കാശ്മീരും എന്നും പറഞ്ഞ് സുരേഷ് ഗോപിയുടെ. ബട്ടർഫ്ലൈസും മോഹൻലാൽ തന്നെയാണ് ചെയ്തത്. കാശ്മീരും വലിയൊരു ആയിട്ടാണ് മാറിയത്. കാരണം ഇന്ത്യ ഒട്ടാകെ അതിനൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പുള്ളി ഈ സിനിമ ചെയ്യാൻ പോകുന്നത്, ഗുരു എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ പോകുന്നത്. രാജീവ് അഞ്ചല് ഈ 2 സിനിമ ചെയ്തതിന് ശേഷം ഒരു ഇത്ര വർഷത്തേക്ക് ഗ്യാപ്പ് എടുത്തായിരുന്നു. അപ്പൊ ആ ഗ്യാപ്പ് എടുത്ത സമയത്ത് അദ്ദേഹമാണെങ്കിൽ നമ്മുടെ ഈ കരുണാകര ഗുരുവിന്റെ ആശ്രമത്തിൽ പോയിരുന്നു. അപ്പൊ ആ സമയത്ത് ആ ആശ്രമത്തിൽ വെച്ചാണ് ഈ സിനിമയ്ക്കുള്ള ഒരു ത്രെഡ് കിട്ടുന്നത്. ഇത് കിട്ടുന്നത്. അതിന്റെ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞ കാര്യം. അതായത് ഗുരു തന്നെ ഇതേ കണക്ക് പുള്ളിയോട് ഇങ്ങനെ പറയുന്നു, അതായത് കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ ചെയ്തുകൂടെ എന്ന് വെച്ചാൽ അവർക്കൊരു ആശയം കൊടുക്കുന്ന രീതിയിൽ ഒരു സിനിമ ചെയ്തുകൂടെ ചോദിക്കുന്നു. അങ്ങനെ ആ സമയത്ത് ഒരു 13 എപ്പിസോഡുള്ള ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ടെലിവിഷൻ എന്നുള്ള രീതിയിൽ അത് ടെലിവിഷനിലാണ് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ എന്നുള്ള ഒരു വരുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമയിൽ കരുണാകര ഗുരുവിനെ പറ്റിയും അവരെ ആശ്രമത്തെ പറ്റിയൊക്കെ പരാമർശിച്ചാണ് പോകുന്നത്. പിന്നെ സിനിമയിലൂടെ കൊടുത്തിരിക്കുന്നത് ഒരു നല്ലൊരു ആശയമാണ് കൊടുത്തിരിക്കുന്നത്. അത് ആ പുള്ളി പറഞ്ഞു നാളത്തേക്കുള്ള ജനതയ്ക്ക് ഒരു ആശയം കൊടുക്കാൻ പറ്റി. അതുപോലെ ആ ഒരു കോൺസെപ്റ്റിനാണ് പുള്ളി സിനിമയ്ക്കകത്ത് യൂസ് ചെയ്തത്. ഇനി വരാൻ പോകുന്ന തലമുറ അവരെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ആ സിനിമയിൽ എഴുതി കാണിക്കുന്നത് കൊണ്ട് അവർ പറയാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ്. ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഗുരു പറഞ്ഞ ഒരു കോട്ട് വാചകമെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സിനിമയിലോട്ട് വരുന്നത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ മലയാളത്തിലെ തന്നെ ഒരു മികച്ച സിനിമകളിൽ ഒന്നാണ്. അണ്ടർറേറ്റഡ് ആണ്. ആരും പരാമർശിക്കുന്നതിൽ പോലും വളരെ പ്രശസ്തി നേടിയ ഒരു സിനിമ. അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഈ പലർക്കും പല അഭിപ്രായമാണ് ആ സിനിമയെ പറ്റി. ഒന്ന് ഈ മതത്തെ പറ്റി പറയുന്നതാണ്. ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇതിലും തൊട്ടാ പൊള്ളുന്ന വിഷയം. പക്ഷെ അതിനകത്തും പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇനി വരുന്ന ജനതയാണ് പുള്ളി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പുതുതലമുറയാണ് പുള്ളി. ഇത് അവർക്ക് വേണ്ടിയാണ് പുള്ളി ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇന്നും സിനിമയെ പറ്റിയുള്ള ഒരു ആശയം ചോദിക്കുമ്പോൾ പലരും പല രീതിയിലാണ്, പലരുടെയും അഭിപ്രായമാണ് അതിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് പടം കണ്ടപ്പം തന്നെ തോന്നിയ ഒരു ആശയം എന്ന് പറയുന്നത്, അതായത് അതിലവർക്ക് ആ പഴം കഴിക്കുമ്പോൾ ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് മറ്റേ ഒരു ജാതീയ വെറി പിടിച്ച കുറെ മനുഷ്യര്, അതിലുണ്ടാകുന്ന കുറെ സംഘർഷം, അതിന്ന് പെട്ടെന്നൊരു ബോധോദയം പോലെ മോഹൻലാൽ കാണുന്ന കുറച്ച് കാഴ്ചയാണ് നമ്മൾ മറ്റേ അന്തരായ ലോകത്തേക്ക് പോകുന്നത്. പുള്ളിക്കുള്ള ഒരു ഇതാണ് ഒരു പുള്ളി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് നേരിന്റെ വഴിക്ക് വരാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഉപദേശം പോലെ അങ്ങനെയാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ശരിക്കും അത് പുള്ളിക്ക് മാത്രം കൊടുക്കുന്ന ഉപദേശമല്ല, നമുക്കും കൂടെ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഇതേ കണക്ക് ഇന്ന് മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വർഗീയത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും കൂടെ വേണ്ടിയുള്ള ഒരു ഉപദേശമാണ് ആ സിനിമയിലൂടെ കാണിക്കുന്നത്. ഈ പഴം, ആ ഒരു പഴം ഉണ്ടല്ലോ, ആ ഒരു പഴം എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അത് മതത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ജനിക്കുന്ന പിള്ളേർക്ക് അതിന്റെ ചാറ് കൊടുക്കുകയും അതിലൂടെ അവര് ആ പഴത്തെ അത്രത്തോളം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ അതിന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് അതിന്റെ അതല്ല, ആ പഴം കൊടുക്കുന്നു. ആ പഴം കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ ഇഷ്ടപ്പെടുന്നു. ആരാണോ അത് കൊടുക്കുന്നത് അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ആ ഒരു രീതി ഉണ്ടോ. അതായത് ഇപ്പം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഇപ്പം ജനിക്കുന്ന കുട്ടിക്ക് ഞാൻ ഇന്ന മതത്തിൽ പോന്ന് അല്ലെങ്കിൽ ഇന്ന മതത്തിൽ പോന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവരെ പേരൻസ് ആണല്ലോ അവരെ കൊണ്ടുവരുന്നത്. എല്ലാം ഇപ്പം മതത്തെ പറ്റിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അങ്ങനെയുള്ള ഒരു അതാണ്. അപ്പൊ ഇവിടെയും ആ ജനിക്കുന്ന കുട്ടികൾക്ക് ആ പഴം ആണ് കൊടുക്കുന്നത്. പക്ഷെ ആ പഴത്തിന്റെ അകത്തുള്ള ഒരു കായ്ക്ക് എത്രത്തോളം ഇതുണ്ട്, പക്ഷെ അത് അവരവിടെ കളയുകയാണ് ചെയ്യുന്നത്. അതായത് ഈ പഴത്തില് ഏറ്റവും പവർ ഉള്ള സാധനം എന്ന് പറയുന്നത് ആ കായ.
അത് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യാതെ അതിനെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഒരു ഇത്, അതായത് ഈ പഴത്തെ നമ്മൾ മതമായിട്ട് സങ്കല്പിക്കുന്നു. അപ്പൊ ഇവരെല്ലാം ഈ പഴത്തെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, വരുന്ന തലമുറ എല്ലാം ഇത് മാറി 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 ഇതിനെ ഇഷ്ടപ്പെട്ടു പോയി അതില് അഡിക്റ്റായി മാറി അവർക്ക് കാഴ്ച നഷ്ടപ്പെടുന്നു. അതായത് ഈ മതത്തെ നമ്മൾ അത്രത്തോളം ഇത് ചെയ്യുന്നതനുസരിച്ച് നമ്മൾക്ക് കാഴ്ച അന്തരായി പോകുന്ന അതിന്റെ ഒരു ആശയം. പക്ഷെ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടുണ്ട്, അതിനെ നമ്മൾ എടുത്ത് ഉപേക്ഷിച്ച് കളയുന്ന രീതിയാണ്. പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ അതിനെ ആർക്കും വേണ്ട, അതാണ് അതിന്റെ മെയിൻ. അതിനെ ആർക്കും വേണ്ട. ശരിക്കും മതം തന്നെ ഉണ്ടായെന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ നിർവഴിക്ക് നയിക്കാൻ വേണ്ടിയാണ്. ചട്ടക്കൂടിനുള്ളിൽ മനുഷ്യനെ വളർത്താൻ വേണ്ടിയാണ് മതം ഉണ്ടായത്. ആ മതത്തിൽ തന്നെ പറയുന്ന നല്ല രീതിയിൽ പെരുമാറണം, സ്ത്രീകളോടുള്ള ബഹുമാനം, മറ്റേ മദ്യപാനം അങ്ങനെയുള്ളത് ഉപേക്ഷിക്കുക, അതാണ്. പക്ഷെ നമ്മള് അതല്ലായിരിക്കും നമ്മൾ എടുക്കുന്നത്. നമ്മൾ കൂടുതലായിട്ടും എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതില് കൂടുതൽ വിശ്വസിക്കുക, അത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, മാത്രം ഉയർത്തിപ്പിടിക്കുക, ബാക്കിയുള്ളവരെ താഴ്ത്തി കിട്ടുക, വില കൊടുക്കാതെ നമ്മുടെ മതം മാത്രമാണ് ശരിയെന്നും പറഞ്ഞിരിക്കുക, അവരോട് കൂട്ടുകൂടലും എന്ന് പറയുക. പിന്നെ ഇപ്പോഴത്തെ കാലത്തും അതുണ്ട്. ഇപ്പോഴത്തെ കാലത്തും ഉണ്ട്. പണ്ട് അത് കുറച്ചുകൂടെ ഇതായിരുന്നു, കാരണം ഈ താണജാതി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ ഇപ്പോഴും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അത് അവര് അപ്പം ഇത് ഈ സിനിമയുടെ ഒരു ഇതെന്ന് പറയുന്നത് അതാണ്. കാരണം കാലം എത്ര മാറിയാലും ഈ സിനിമയുടെ ഇത് അങ്ങനെ തന്നെ ഇത് പലരും പല രീതിയിലുള്ള ആശയങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പുള്ളി തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ മോഹൻലാലിന്റെ ഒരു കഥാപാത്രത്തെ ഇപ്പം ഒരു ക്രിസ്ത്യൻ മതവിഭാഗം നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവായിട്ട് വരെ മോഹൻലാലിന്റെ കഥാപാത്രത്തെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ അതേ കണക്ക് ഓരോ മതത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോ അവരുടെ ഒരാളായിട്ട് നമുക്ക് തോന്നുന്നു. അതേ രീതിയിലാണ് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേൾഡ് ആ ഒരു കാലത്ത് അതിന് മറ്റേ കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. കോസ്റ്റ്യൂമിന് കിട്ടിയത്, ആർട്ട് ഡയറക്ടറിന് കിട്ടിയതാണ്, കോസ്റ്റ്യൂമിനും മേക്കപ്പിനും ഒക്കെ കിട്ടിയതാണ്. അപ്പം ആ ഒരു കാലത്ത് നമ്മൾ അങ്ങനെ ഒരു സിനിമ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയാണ് ഏറ്റവും നല്ല കണ്ടന്റുകൾ കൊണ്ടുവരുന്നതും. നമ്മൾ ഒരു മറ്റ് ഇൻഡസ്ട്രികൾ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു വ്യത്യസ്ത രീതിയിലാണ് നമ്മളെല്ലാം സിനിമ വിജയിക്കണമെങ്കിൽ കണ്ടന്റ് എല്ലാം ക്വാളിറ്റിയും അത്യാവശ്യമാണ്. അത്രയും അവരുടെ ആ ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ആ ഒരു ലോകവും അത് ആ ഒരു ഇത് എന്ന് വെച്ചാൽ VFXനോ ഒന്നും മറ്റേ ഇതൊന്നും കൊടുക്കാതെ, എന്ന് വെച്ചാൽ അന്ന് VFX ഒക്കെ കടന്നു വരുന്ന കാലമാണ്. അത് മാത്രമല്ല ഭയങ്കര ചെലവും കൂടെയാണ് VFX ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ സിനിമ അങ്ങനെ ഒരു സ്ഥലം തന്നെ കണ്ടുപിടിച്ച് മൈൻ പോലെ. അതും പുള്ളി പറയണേന്ന് പറഞ്ഞാൽ പുള്ളി വേറെ ഏതൊരു സിനിമയുടെ ലൊക്കേഷൻ നോക്കാൻ പോയ സമയത്താണ് ഈ ഒരു സ്ഥലം കാണുന്നത്. അന്ന് പുള്ളിയുടെ മനസ്സിൽ ആ ഒരു സ്ഥലം പറഞ്ഞേ, അതായത് ഇത്ര ഏക്കർ കണക്കിന് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു മൈൻ. അപ്പൊ അവിടുന്ന് അത് കണ്ട് പിന്നീടാണ് ഈ ഒരു കഥ ആലോചിച്ചപ്പം പുള്ളി എന്തുകൊണ്ട് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തുകൂടാന്ന് വെച്ചാൽ ആ ഒരു സീൻ, ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം മാത്രം അവിടെ പോയി ഷൂട്ട് ചെയ്തുകൂടാന്ന് പിന്നീടാണ് പുള്ളിക്ക് ചിന്തിക്കുന്നത്. പിന്നെ ഈ സിനിമ ഞാൻ പറഞ്ഞ ആശ്രമത്തിൽ വെച്ചാണ് ത്രെഡ് കിട്ടിയത്. ആ ആശ്രമത്തിലുള്ള അതുമായി വിശ്വാസമുള്ളവരാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്. അതില് 3 പേരാണ് പ്രൊഡ്യൂസേഴ്സ്. അതിലൊരാൾ ഡോക്ടറൊക്കെയാണ്. ഇതിൽ തന്നെ ഒരാള്, മൂന്നാമത്തെ ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധന്യ സൂപ്പർ മാർക്കറ്റിന്റെ ഓണറാണ്, ആ പ്രൊഡ്യൂസറെ. അതുകൊണ്ടാണ് അവരിത്രയും പേരും കൂടെ 3 പേരും കൂടെ നിന്ന് ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ. അതുകൊണ്ടായിരിക്കും അതിനെ ജനസമ്മതി ആ ഒരു എന്ന് വെച്ചാൽ ഒരു ആശ്രമം, ആ ഒരു എല്ലാം കണക്ട് ആവുന്ന രീതിയിലുള്ള, എല്ലാരും കണക്ട് ആവുന്നു, എല്ലാരും കൂടെ അറിഞ്ഞതിന് വേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെ ഒരു നല്ലൊരു ആശയം മുന്നോട്ട് വെക്കാൻ നോക്കുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ ഒരു ജനസമ്മതി അവതരിപ്പിക്കുന്ന ചിത്രം ഗുരു. ഇതിൽ ഗുരുവിന് ഉദ്ദേശിക്കുന്നത് മറ്റേ ആശ്രമത്തിലെ ഗുരു. അതിനെയും പറയാം. ഈ പറഞ്ഞ കണക്ക് ഈ മോഹൻലാലിന്റെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, മോഹൻലാലിന് അവിടെ ഒരു ഇപ്പം ആ ഒരു കഥാപാത്രം ആദ്യം നല്ലൊരു മനുഷ്യനാണ്. പിന്നെ സാഹചര്യം കൊണ്ട് പുള്ളി മറ്റേ ഇതിലോട്ട് ആയിപ്പോവും. അപ്പം അതിൽ നിന്ന് പിന്നെ പുള്ളിയെ മാറ്റം വരുത്തുന്നത് ഈ ഒരു സംഭവമാണ്. പക്ഷെ ആ കണ്ണു കാണാൻ വയ്യാത്ത ലോകത്ത് തന്നെ പുള്ളി കാരണമാണ് അവർക്ക് പിന്നെ കാഴ്ച കിട്ടുന്നത് തന്നെ. അപ്പൊ ഇത് നമുക്ക് പല രീതിയിൽ ഈ ഒരു കഥാപാത്രത്തെ നമുക്ക് പല രീതി സങ്കല്പിക്കാം. അത് വേണമെങ്കിൽ മോഹൻലാൽ തന്നെ അവൻ ഗുരു എന്ന് പറയുന്ന കഥാപാത്രം, അല്ലെങ്കിൽ ഈ ആശ്രമത്തിൽ ഉള്ള ആ ഒരു ഗുരുവിന്റെ ശക്തിയാണ് അത് പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള പല 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 ആശയങ്ങളാണ് ഈ സിനിമയെ ചുറ്റിപ്പറ്റി വരുന്നത്.
എല്ലാ കോമൺ ആയിട്ട് പറയുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു ഇതാണ്. എന്ന് വെച്ചാൽ ഈ മതം നേർവഴിക്ക് നയിക്കുക എന്നുള്ള, പുതിയ തലമുറ നേർവഴിക്ക് നയിക്കുക എന്നുള്ള ഒരു ആശയം. കൂടുതൽ മതഭ്രാന്തരാവാതെ ആവശ്യമുള്ള സാധനം മാത്രം സ്വീകരിച്ച് ബാക്കിയുള്ളവരെ താഴ്ത്തി കെട്ടാതെ മാന്യമായി. ഈ ലാസ്റ്റ് ഇതിന്റെ ക്ലൈമാക്സും അതേ കണക്കാണ് അവസാനിക്കുന്നത്. അതായത് അവിടെ ഒരു അക്രമം നടക്കുമ്പോൾ തന്നെ മോഹൻലാൽ വന്നിട്ട് പിള്ളേരെ മാത്രമേ അവിടുന്ന് കൊണ്ടുപോകുന്നുള്ളൂ. അതായത് പിള്ളേരെ മാത്രം എടുത്തോണ്ടും കൈ പിടിച്ചോണ്ടുമാണ് പോകുന്നത് അതിന്റെ ക്ലൈമാക്സിൽ. അതായത് അവർക്കറിയാം മറ്റവരടുത്ത് പറഞ്ഞാലും എത്രത്തോളം പറഞ്ഞാൽ കേൾക്കുമോ ഇല്ലേ എന്നുള്ള കാര്യം അവരിനി അങ്ങനെ എന്തോ കൺവേർട്ട് ചെയ്ത് ആക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇനി വളരാൻ പോകുന്ന ഒരു ജനതയെ നന്നാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സിനിമ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് അതിന്റെ പാട്ടുകൾ. ഇതിന്റെ സംഗീതം ചെയ്തിരിക്കുന്ന ഇളയരാജയാണ്. അപ്പം ആ മ്യൂസിക്കിന്റെ പ്രാധാന്യം നമ്മൾ പറയാതെ തന്നെ ഓൾറെഡി അറിയാം. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നല്ല കുറെ മെലഡീസ് പോലെ കുറെ സോങ് ആണ്. അതിൽ തന്നെ ഈ ദേവസംഗീതം അതാണ് ഏറ്റവും കൂടുതൽ ഒരു സോങ്. ആ ഒരു സോങ്ങില് അതില് മറ്റേ മധുവാലി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് പുറത്തുനിന്ന്, അതായത് അഹമ്മദാബാദിൽ ഇതുമായി ബന്ധപ്പെട്ട് പോയപ്പോ അവിടുന്ന് കൊണ്ടുവന്ന ഈ പഴയ കെട്ടിടങ്ങളുടെയും അല്ലെങ്കിൽ മറ്റു പലതിന്റെ അവശിഷ്ടങ്ങൾ വെച്ച് ഇവര് തന്നെ ഉണ്ടാക്കിയ ഒരു ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ ഇതെല്ലാം കൊണ്ടുപോയി ഇളയരാജയെ കാണിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ വെച്ചാണ് ഈ സിനിമ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുമായി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതായത് ഈ പാട്ടിന് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അങ്ങനെ ആയിരിക്കണമെന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ശബ്ദമൊന്നും കേൾക്കത്തൊന്നുമില്ല. പക്ഷെ ഇവര് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇത്. ആർട്ട് ആ കോസ്റ്റ്യൂമും അതേ കണക്കാണ്. അങ്ങനത്തെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ചാക്ക് പോലത്തെ വസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ട് ആ സമയത്ത് സ്റ്റേറ്റ് അവാർഡ് അവർക്കായിരുന്നു. പിന്നെ ഓസ്കാറിന് വരെ നോമിനേഷൻ കിട്ടി. 1997 മികച്ച വിദേശ ഭാഷ ചിത്രത്തിനുള്ള ഒരു നോമിനേഷൻ ഇവിടുന്ന് പോയെങ്കിലും പക്ഷെ അവരത് സ്വീകരിച്ചു. കാലത്തിനൊത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആശയങ്ങളുള്ള സിനിമകളുമായി ഇനിയും നമുക്ക് സംസാരിക്കാം. താങ്ക് യു.